ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അല്ലയോ ഭൂമി, നിന്നിൽ നിന്ന് ഞാൻ എടുക്കുന്നതെന്തോ അതെത്രയും വേഗം വീണ്ടും മുളച്ചു വരട്ടെ. ഞാൻ ഒരിക്കലും നിന്റെ മർമ്മങ്ങളെ, ഹൃദയത്തെ പിളർക്കാതിരിക്കട്ടെ. അഥർവവേദത്തിലെ ഭൂമി സൂക്തമാണിത്. ഭൂമിയെ സ്നേഹിക്കാനും ആരാധിക്കാനും പഠിപ്പിക്കുന്ന ഈ സംസ്കാരം തന്നെയാണ് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഊർജ്ജ സ്രോതസ്. ഒരിക്കൽ കൂടി സ്വാഗതം ഈ എപ്പിസോഡിലേക്ക്. നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVJ മേനോൻ, ഡോക്ടർ ലതാ ഭാസ്കർ, പ്രൊഫസർ MK പ്രസാദ്. 10 ഇരട്ടിച്ച വാണിഭത്തേക്കാൾ നല്ലത് വിത്തിരട്ടിച്ച വല്ലിയാണ്. കൃഷിയിൽ ലാഭം മാത്രമല്ല, സുസ്ഥിരതയും പ്രധാനമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കാർഷിക ജില്ലയായ ആലപ്പുഴയിൽ നിന്നെത്തിയ വെളിയനാട് ഗ്രാമപഞ്ചായത്തിനെ. നമുക്ക് വെളിയനാട് പഞ്ചായത്തിന്റെ പ്രതിനിധികളെ പരിചയപ്പെടാം. പ്രസിഡന്റ് ശ്രീ സാബു തോട്ടുങ്കൽ, വൈസ് പ്രസിഡന്റ് ശ്രീ P രാഘവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MK ഭാസ്കരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി S കമലമ്മ, സെക്രട്ടറി ശ്രീ VR ജയകുമാർ. ആലപ്പുഴ ജില്ലയിലെ വെളിയനാട് പഞ്ചായത്ത് എങ്ങനെ പരിചയപ്പെടുത്താം? കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് വെളിയനാട് ഗ്രാമപഞ്ചായത്ത്. കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് വെളിയനാട് ഗ്രാമപഞ്ചായത്ത്. വെളിയനാടിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ മടങ്ങിയെത്താം. കുട്ടനാടൻ സൗന്ദര്യം മുഴുവൻ ഒരു കൈക്കുമ്പിളിൽ എന്ന പോലെ ആവാഹിച്ചെടുത്ത ഒരു കുഞ്ഞു ഗ്രാമം വെളിയനാട്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ സുന്ദരി. സഹ്യസാനു ശ്രുതി ചേർത്ത് വെച്ചതെന്നും മണിത്തമ്പുരുവാണെന്നും സഹ്യസാനുവിന്റെ കഴുത്തിലൂടെ ഒഴുകുന്ന മുത്തുമണി മാലയാണിതെന്നും ഒക്കെ കവികൾ പറയുന്നത് ഈ നാടിനെ കുറിച്ചായിരിക്കണം. കാരണം ഈ നാടിന്റെ ഹരിത ഭംഗി നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. വെളിയനാട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ അതിരായി വരുന്ന ഒരു കുഞ്ഞു ഗ്രാമപഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തുകളുടെ ലിസ്റ്റ് എടുത്താൽ ഈ ഗ്രാമപഞ്ചായത്ത് മസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. ജനസംഖ്യയാണെങ്കിലോ 14,000-ന് താഴെ. വികസനത്തിന്റെ കാര്യത്തിൽ അവിടെയും ഒരുപാട് വിശേഷങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗ്രാമക്കാഴ്ചകളാണ്ട് ഇനി ഗ്രാമക്കാഴ്ചകളിലൂടെ. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഈ യാത്രക്കിടയിലാണ് ഈ വെളിയനാട് വെച്ച് നമ്മുടെ അമ്മമ്മയെ പരിചയപ്പെട്ടത്. അന്നമ്മ എന്നാണ് ഈ അമ്മമ്മയുടെ പേര്. അമ്മമ്മ പറഞ്ഞെന്ന കുറെ കഥകളുണ്ട്. കാരണം ഈ വെളിയനാട് പണ്ട് ഒരു പ്ലെയിൻ ലാൻഡ് ആയിരുന്നുവെന്നും ചങ്ങനാശ്ശേരിയിൽ നിന്ന് നോക്കിയാൽ ഒരു ഐ ബ്ലോക്കും ഇല്ലാതെ ഈ പ്രദേശം വരെ കാണാൻ പറ്റിയെന്നും അങ്ങനെ വെളിം പ്രദേശം ആയതുകൊണ്ട് വെളിയനാട് എന്നൊരു പേര് വന്നു എന്നുമാണ് കഥ. പിന്നെ മാത്രമല്ല, ഇവിടെ നെൽപ്പുരത്തോടുണ്ട്, അതുപോലെ കിടങ്ങരയുണ്ട്. ഇതുപോലെ ഓരോരോ സ്ഥലത്തിനും ഓരോരോ പേരിന് പിറകിലും ഓരോരോ കഥകളുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ പ്രധാനപ്പെട്ട പദ്ധതികൾ? ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ വളരെ ബ്രീഫായിട്ട്? നമുക്ക് വെളിയനാട് ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 1300ഓളം ഹെക്ടർ കൃഷിസ്ഥലമുണ്ട്. അത് വെള്ളച്ചാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായിരുന്നു. 982 ശേഷമാണ്
അവിടെ യാത്രാ സൗകര്യങ്ങൾ പോലും ഉണ്ടായത്. ബോട്ടിലും വള്ളത്തിലുമൊക്കെ ആശ്രയിച്ചാണ് അവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയിരുന്നത് ബോട്ടിലാണ്. വെളിനാട്ടുനിന്ന് ബോട്ടിൽ കയറി ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര ചെയ്ത് ചങ്ങനാശ്ശേരി ചെന്നിട്ട് വേണം സ്കൂളിലും കോളേജിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ 82-ന് ശേഷം അവിടെ റോഡുകളുണ്ടായി, അവിടെ പാലങ്ങളുണ്ടായി, അവിടെ വഴികളുണ്ടായി, അവിടെ യാത്രാ സൗകര്യങ്ങളുണ്ടായി. പക്ഷേ കടന്നുപോയ കാലഘട്ടങ്ങളിൽ കൃഷി നഷ്ടകരമായ, ലാഭകരമല്ലാതെ നഷ്ടകരമായ ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ പലപ്പോഴും വെളിനാട്ടുള്ള പ്രദേശത്തുള്ള ആൾക്കാർ ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയിലുമായി മാറി താമസിച്ച ഒരു ചരിത്രമുണ്ടായി. ഇന്നിപ്പോൾ വെളിനാട് ഗ്രാമപഞ്ചായത്ത് കൃഷി ഇന്ന് ലാഭകരമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഗ്രാമപഞ്ചായത്തെ മുൻകൈ എടുത്തുകൊണ്ട് പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ സംരക്ഷിച്ചു കൊടുക്കുകയും അവർക്ക് വിത്ത് പൂർണ്ണമായും വിതയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുകയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് വളം സബ്സിഡിയായി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ കൃഷിയിലേക്ക് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. വെളിയനാടിന്റെ വികസന കാഴ്ചകളിലേക്ക്. മുണ്ടകൻപാടത്ത് കൊയ്ത്ത് തകൃതിയായി നടക്കുകയാണ്. ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും അറ്റത്ത് കിഴക്കേ അതിരായ വെളിയനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഞാനിപ്പോ. ഏതാണ്ട് നമ്മൾ ഈ കൊയ്ത്ത് നടക്കുന്ന ഈ പാടമില്ലേ, ഒരു 5 മാസം മുമ്പ് വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിന്റെ അവസ്ഥ. തരിശു കിടന്ന ഭൂമിയെ പഞ്ചായത്തിന്റെ സമഗ്രമായ ഇടപെടൽ കൊണ്ട് പൊന്നു വിളയിക്കുന്ന പാടഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഗ്രാമപഞ്ചായത്ത്. കാലാകാലമായി കൃഷിരീതിയിൽ വന്ന മാറ്റം ഇവിടുത്തെ നെൽകൃഷിയെയും സാരമായി ബാധിച്ചു. ജോലിക്ക് ആളെ കിട്ടാതാകുകയും കൃഷി ലാഭകരമല്ലാതാകുകയും ചെയ്തതോടെ ധാരാളം ജനങ്ങൾ കൃഷിയിൽ നിന്നും അകന്നു. അങ്ങനെ പൊന്നു വിളഞ്ഞിരുന്ന പാടശേഖരങ്ങൾ പലതും തരിശു നിലങ്ങളായി മാറാൻ തുടങ്ങി. നെൽക്കതിരിന്റെ സ്ഥാനത്ത് പായലും പോളയും വാസമുറപ്പിച്ചു. ഇത് കുട്ടനാടൻ ഗ്രാമങ്ങളെ മാത്രമല്ല, കേരളത്തെ സമഗ്രമായി ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു. നിലമുഴലും ഞാറുനടിയിലും കൊയ്ത്തും മെതിയും തങ്ങളുടെ പാടങ്ങൾക്ക് അന്യമായപ്പോഴാണ് വെളിയനാട് പഞ്ചായത്ത് കർമ്മനിരതരായി രംഗത്തേക്ക് വന്നത്. ഇതിനായി പാടശേഖര സമിതികളെ പുനരുജ്ജീവിപ്പിക്കുകയും ബോധവൽക്കരണം നൽകുകയുമായിരുന്നു ആദ്യമായി പഞ്ചായത്ത് ചെയ്തത്. ആകെ 1500 ഹെക്ടർ കൃഷിയോഗ്യമായ സ്ഥലത്തിൽ 1300 ഹെക്ടറിൽ മാത്രമേ കൃഷി ചെയ്തിരുന്നുള്ളൂ. ബാക്കി 200 ഹെക്ടർ തരിശുഭൂമി പാട്ടവ്യവസ്ഥയിൽ പഞ്ചായത്ത് ഏറ്റെടുത്തു. അതിൽ 100 ഹെക്ടർ 20 കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയും അവിടെ കൃഷി ഇറക്കുകയും ചെയ്തു. 1300 ഹെക്ടറിൽ തന്നെ 100 ഹെക്ടർ ഒരുപ്പൂവിൽ നിന്ന് ഇരുപ്പൂവാക്കി മാറ്റി പഞ്ചായത്ത് ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചു. കൃഷിക്ക് ആവശ്യമായ വിത്തും വളവും മറ്റും സബ്സിഡിയായി നൽകിയതോടെ കുടുംബശ്രീ പ്രവർത്തകർ കൂടുതൽ ഉത്സാഹത്തോടെ പാടങ്ങളിലേക്ക് ഇറങ്ങി. മാത്രവുമല്ല, 1350ഓളം തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരെ ഉപയോഗിച്ച് കൃഷിപ്പണികൾ ചെയ്യിപ്പിച്ചതോടെ ചെലവ് വളരെയധികം കുറഞ്ഞു. ബാക്കി 100 ഹെക്ടർ തരിശിൽ കൃഷി ഇറക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നടന്നെടുക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ കാണുന്ന പാടം തരിശു ഭൂമിയായിരുന്നു. തരിച്ചു കിടന്ന ഈ പാടഭൂമിയെയാണ് ഇപ്പൊ കൃഷിയോഗ്യമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് കുടുംബശ്രീക്കും ഈ ചേച്ചിമാർക്കും ഒക്കെയാണ്. എങ്ങനെയായിരുന്നു ഈ തരിച്ചു കിടന്ന ഭൂമി എങ്ങനെയാക്കി എടുത്തത്? തരിച്ചു കിടന്ന പാടം പഞ്ചായത്ത് ഇടപെട്ട് ഞങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ പണിയായിട്ട് ചെയ്തു തന്നു. ഞങ്ങൾ 3 കുടുംബശ്രീക്കാര് കൃഷി ഇറക്കി. പിന്നെ പഞ്ചായത്ത് വേറെ എന്തൊക്കെ സഹായങ്ങൾ തന്നിട്ടുണ്ട്? ഞങ്ങൾക്ക് വളത്തിന് സബ്സിഡി ഉണ്ടായിരുന്നു, 50% സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം വിഷത്തിനുള്ള സബ്സിഡി ഞങ്ങൾക്ക് തന്നു. അങ്ങനൊക്കെ വിത്ത് ഒക്കെ തന്നായിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വിത്തിന് സബ്സിഡി, വളത്തിന് സബ്സിഡി, തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കൃഷിയോഗ്യം അല്ലാതെ കിടന്നതല്ലേ. അന്നേരം ഇപ്പൊ ഞങ്ങളല്ലേ ഇത് ഇത്രയും ആക്കി എടുത്തത്. അന്നേരം ഞങ്ങൾക്ക് എന്താ തരണ്ടേ? ഇതൊന്നും തന്നാ പോരല്ലോ ഞങ്ങൾക്ക്. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൂടെ പഞ്ചായത്ത് ഞങ്ങൾക്ക് ഇനി ഇത് നഷ്ടം വന്നാൽ ഇൻഷുറൻസ് ചെയ്ത് ഞങ്ങൾക്ക് ഇതിന്റെ നഷ്ടപരിഹാരം തന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അത്ര മാത്രം മതിയല്ലോ. അന്ന് ഞങ്ങൾ ഇത്രയും ഈ പാടം തരച്ചായിട്ട് കിടന്ന് ഞങ്ങൾ കൃഷിയോഗ്യം ആക്കി എടുത്തില്ലേ. അന്നേരം ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾ എന്ത് തന്നാൽ ഞങ്ങൾക്ക് തൃപ്തിയാവും. അതല്ലേ നിങ്ങൾ ചെയ്യണ്ടേ? വരാൻ പോകുന്ന വിളവെടുപ്പ് മഹോത്സവത്തിൽ സ്വർണം വിളയട്ടെ എന്നാണ് ഇപ്പോൾ ഇവരുടെ പ്രാർത്ഥന. ഞാറ്റുവേലയും കൊയ്ത്തുപാട്ടും മുണ്ടകൻ പാടങ്ങളും സാധാരണക്കാരായ കൃഷിപ്പണിക്കാരും തന്നെയാണ് തങ്ങളുടെ ഗ്രാമത്തിന്റെ ആത്മാവെന്ന് മനസ്സിലാക്കിയ ഈ പഞ്ചായത്തിന്റെ യാത്ര കുട്ടനാടിന് മുഴുവൻ ഒരു മാതൃക തന്നെയാണ്.